നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കാണാതായ മലേഷ്യൻ എയർലൈൻസ് കിഴക്കൻ ചൈനയിൽ തകർന്നു വീണതായി സൂചന. വിമാനത്തിലുണ്ടായിരുന്നത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 227 യാത്രക്കാർ. വിമാനത്തിനായി തിരച്ചിൽ തുടരുന്നു. അപകടം മലേഷ്യൻ എയർലൈൻസ് ഇതുവരെ സ്ഥിരീകരിച്ചില്ല. രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതോടെ പ്രവാസികളും തെരഞ്ഞെടുപ്പ് ചൂടിൽ. പ്രചാരണവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത്. പ്രവാസികളോടുള്ള ചൂഷണത്തിനെതിരെ നിഷേധ വോട്ടിനായും പ്രചാരണം. RSP LDF വിട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി A അസീസ്. പ്രേമചന്ദ്രനെ കൊല്ലത്ത് മത്സരിപ്പിക്കാനും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡന് വിയോജിപ്പ്. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി തേടണമെന്ന നിർദ്ദേശം അംഗീകരിച്ചില്ലെന്ന് ചന്ദ്രചൂഡൻ. RSPകളുടെ ഏകീകരണത്തിനുള്ള സാധ്യത തെളിഞ്ഞെന്ന ഷിബു ബേബി ജോൺ. ആശ്രമങ്ങളുടെ മറവിൽ സംസ്ഥാനത്ത് CIA ചാരന്മാർ തമ്പടിക്കുന്നുവെന്ന RSS നേതാവിന്റെ വെളിപ്പെടുത്തൽ. ആധ്യാത്മിക കേന്ദ്രങ്ങൾ CIAയുടെ നിയന്ത്രണത്തിൽ. കേരളത്തിലെ ആധ്യാത്മികതയെ നിലനിർത്തുന്നത് വിദേശ പണമെന്ന RSSന്റെ മുൻ ഭൗതിക ശിക്ഷക് പ്രമുഖ് TR സോമശേഖരൻ. രമേശ് ചെന്നിത്തലയുടെ കാന്തപുരം അനുകൂല പ്രസംഗത്തിനെതിരെ പ്രതിഷേധവുമായി സമസ്ത വീണ്ടും രംഗത്ത്. പ്രസംഗം തിരുത്തണമെന്നാവശ്യപ്പെട്ട് UDF കൺവീനർക്കും മുഖ്യമന്ത്രിക്കും സമസ്തയുടെ കത്ത്. തിരുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുമെന്നും സമസ്തയുടെ മുന്നറിയിപ്പ്. തേക്ക് കൃഷിയുടെ പേരിൽ ശാന്തിമഠം പ്ലാന്റേഷൻസിന്റെ സാമ്പത്തിക തട്ടിപ്പ്. തട്ടിപ്പിൽ ഇരകളായത് പദ്ധതിയിൽ പണം നിക്ഷേപിച്ച ആയിരക്കണക്കിന് ആളുകൾ. തട്ടിപ്പ് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പദ്ധതി അവസാനിച്ചതോടെ. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിൽ തിരഞ്ഞെടുപ്പിന്റെ ആരവമുയർന്നതോടെ പ്രവാസ ലോകത്തും രാഷ്ട്രീയ കക്ഷികളുടെ പ്രവാസി ഘടകങ്ങൾ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ബഹ്റൈനിൽ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ യുവജന വിഭാഗത്തിന്റെ കീഴിൽ വിപുലമായ സംഗമമാണ് സംഘടിപ്പിച്ചത്. ബഹ്റൈനിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ OICCയുടെ യുവജന വിഭാഗമാണ് 2014 വർഷത്തിലെ പ്രവർത്തനോദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ബഹ്റൈൻ പാർലമെന്റ് അംഗം അബ്ദുൽ വാഹിദ് കറാത്തെ അടക്കം സ്വദേശി പ്രമുഖരും ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു. ബഹ്റൈനിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വിവിധ സംരംഭങ്ങളുമായി മുന്നിട്ടിറങ്ങാനാണ് യുവജന വിഭാഗത്തിന്റെ തീരുമാനം. യുവജന സംഘടന എന്ന നിലയിൽ രാജ്യത്ത് മികച്ച സാന്നിധ്യമാകാനും OICC യുവജന വിഭാഗം പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നെത്തിയ മാത്യു കുഴൽനാടൻ, സക്കീർ ഹുസൈൻ തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ സംസാരിച്ചു. അൽരാജ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾക്ക് യൂത്ത് വിംഗ് നേതാക്കളായ ബോബി പാറയിൽ, രംജിത്ത് പുത്തൻപുരക്കൽ, OICC ദേശീയ പ്രസിഡന്റ് രാജു കല്ലുംപുറം, ഗ്ലോബൽ ട്രഷറർ ജെയിംസ് കൂടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ നിഷേധ വോട്ടിനുള്ള അവകാശം വിനിയോഗിക്കണമെന്ന പ്രചരണവുമായി പ്രവാസി ആക്ടിവിസ്റ്റ് രംഗത്ത്. കഴിഞ്ഞ 35 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന തൃശൂർ സ്വദേശി കമറുദ്ദീനാണ് പ്രവാസികളുള്ള അവഗണനയ്ക്കെതിരെ പുതിയ സമരമുറയുമായി എത്തിയത്. തൃശൂർ ചാവക്കാട് ബ്രഹ്മകുളം സ്വദേശിയായ കമറുദ്ദീൻ പ്രവാസികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമ പോരാട്ടം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. നിതാക്കാത്ത് ഉൾപ്പെടെയുള്ള പ്രവാസി പ്രശ്നങ്ങൾ കത്തിനിന്ന സമയത്തുപോലും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ഇത്തവണയും പ്രവാസികളെക്കുറിച്ച് നിശബ്ദത പാലിച്ച സാഹചര്യത്തിൽ നിഷേധ വോട്ടിലൂടെ പ്രവാസി സമൂഹം പ്രതികരിച്ചേ മതിയാവൂ എന്നാണ് കമറുദ്ദീന്റെ പക്ഷം. ഇതുവരെ ഇല്ലാത്തൊരു ഇതാണ് ഇപ്പോൾ ഈ പ്രതിഷേധ വോട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇത്. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകത ഉള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമുണ്ട്. കാരണം ഞാൻ കോടതിയിൽ ഇത് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു എവിഡൻസ് കൂടെയാണിത്. പ്രവാസി നയം, പ്രവാസി നിയമം, പുനരധിവാസം, പെൻഷൻ തുടങ്ങി എയർ ഇന്ത്യയുടെ പ്രവാസി ചൂഷണം വരെ 50ഓളം വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഒറ്റയാൾ നിയമപോരാട്ടം നടന്നുവരുന്നുണ്ട്. പ്രധാനമന്ത്രി, പ്രവാസികാര്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, നോർക്ക അധികൃതർ തുടങ്ങിയവർക്കെല്ലാം നിവേദനം നൽകി. മറുപടി ലഭിക്കാതായപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനായി ഫെഡറേഷൻ ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് എന്ന സംഘടന രൂപീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം. പ്രവാസികൾക്കെന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രവാസി ഭാരതീയ ദിവസിലും സാധാരണ പ്രവാസികളെക്കുറിച്ച് ചർച്ചയുണ്ടാവാറില്ല. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ വെച്ച് പ്രവാസി കേരളീയ ദിവസം സംഘടിപ്പിക്കാനും കമറുദ്ദീന് പദ്ധതിയുണ്ട്. തൃശ്ശൂർ വെച്ചിട്ട് ഒരു 1ാം പ്രവാസി കേരളീയ ദിവസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനതിൽ കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള അതിൻ്റെ ആൾക്കാരായിരിക്കും സാധാരണ ക്ഷണിക്കുകയാണ്. മുജീബ് റഹ്മാൻ, മീഡിയ വൺ, ദുബൈ. ബഹ്റൈനിൽ കേരളീയ സമാജവും DC ബുക്സും ചേർന്ന് സംഘടിപ്പിച്ച പുസ്തകമേളയ്ക്ക് തിരശ്ശീല വീണു. 8 ദിവസം നീണ്ടുനിന്ന പുസ്തകോത്സവത്തിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. പുസ്തകമേളയിൽ നിരവധി പേരാണ് എത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നല്ല വിൽപ്പന നടന്നതായും കേരളത്തിന് പുറത്ത് ഷാർജയിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ച DC ബുക്സിനും ബഹ്റൈനിലേത് പുതിയൊരു അനുഭവമായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. വിവിധ കാറ്റഗറിയിലുള്ള 40,000-ഓളം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. അടുത്ത വർഷം മുതൽ കൂടുതൽ വിപുലമായ രീതിയിൽ പുസ്തകോത്സവം നടത്താൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി സംഘാടകർ അറിയിച്ചു.
സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ തുറകളിലും വനിതകൾ ഉണർവിന്റെ പാതയിൽ. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും വനിതകൾക്ക് കൂടുതൽ പരിഗണന നൽകാനുള്ള നടപടികൾ ഗുണപരമായ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഉയർന്ന പദവികൾ വഹിക്കുന്ന വനിതകളുടെ എണ്ണവും ഉയരുകയാണ്. മാറുന്ന ലോകത്തിന്റെ സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് വനിതകൾക്ക് അർഹമായ പരിഗണന നൽകാനുള്ള നടപടികൾ. ഓഫീസുകളിലും ബിസിനസ് മേഖലയിലും മാത്രമല്ല, തെരുവിൽ പോരാട്ടം നയിക്കാനും അറബ് വനിതകൾ ഇന്ന് മുൻനിരയിൽ തന്നെയുണ്ട്. ബഹ്റൈനിൽ പ്രധാന മന്ത്രാലയങ്ങളുടെ തലപ്പത്ത് 3 വനിതകളാണുള്ളത്. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി സമീറ റജബ് തന്നെയാണ് സർക്കാരിന്റെ ഔദ്യോഗിക വക്താവും. The women in Bahrain is part of the power. We have already 3 women ministers in the cabinet and 1 ex-minister, a woman ex-minister, and there is 3 women ambassador in the main capitals around the world. CEO മിഡിൽ ഈസ്റ്റ് മാഗസിൻ നടത്തിയ സർവേയിൽ അറബ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വനിതകളിൽ UAE മന്ത്രി ഷെയ്ഖ ലുബ്ന അൽ കാസ്മിയാണ് മുന്നിൽ. ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ച എണ്ണമറ്റ വനിതകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. ബഹ്റൈൻ ചേംബറിലേക്ക് അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഹ്ലം ജനാഹി, കുവൈത്ത് പാർലമെന്റിന്റെ മാധ്യമ വിഭാഗം സാരഥി അമൽ എച്ച് അൽ മുതവ ഉൾപ്പെടെ നിരവധി വനിതകൾ ഉദാഹരണം. We have the women committee here in the parliament who always tries to, let's say, equalize opportunities between the individuals, Kuwaitis, women and men. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ലഭിച്ച പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും ഗൾഫ് വനിതകൾ മുന്നിലാണ്. സൗദി ഗസറ്റ് പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായി സുമയ്യ ജബർത്തി നിയോഗിക്കപ്പെട്ടതും കഴിഞ്ഞ മാസം. ഇതിനിടയിലും കൂടുതൽ അവസര സമത്വത്തിനു വേണ്ടിയുള്ള മുറവിളികൾ അറബ് ലോകത്തു നിന്നും ഉയരുന്നുണ്ട്. MCA നാസർ, മീഡിയ 1, ദുബൈ. ഗ്വാണ്ടനാമോ തടവറയിൽ കഴിയുന്ന കുവൈത്ത് പൗരന്മാരുടെ മോചന ചർച്ചകൾ പുരോഗമിക്കുന്നതായി അമേരിക്കയിലെ കുവൈത്ത് സ്ഥാനപതി ഷെയ്ഖ് സാലിം അബ്ദുള്ള അൽ ജാബിർ അൽ സുബാഹ് അറിയിച്ചു. കുവൈത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘം തടവറ സന്ദർശിച്ചതായും തടവുകാരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഫായിസ് അൽ കന്ദരിയും ഫൗസിയ ലൗദയുമാണ് 12 വർഷത്തോളമായി ഗാണ്ടനാമയിൽ കഴിയുന്ന കുവൈത്ത് പൗരന്മാർ. അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സൊബാഹിന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇവരുടെ മോചനകാര്യം പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ ഫലം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈത്ത് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെയും ആരോഗ്യവകുപ്പ്, പബ്ലിക് പ്രോസിക്യൂഷൻ എന്നിവയിലെയും പ്രതിനിധികൾ അടങ്ങുന്ന സംഘം US മേധാവികളുമായി നടത്തിയ ചർച്ചകൾ ഗുണകരമായിരുന്നു എന്നാണ് അമേരിക്കൻ സ്ഥാനപതിയെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. തടവുകാരുടെ മോചനം വേഗത്തിലാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്നും കുവൈത്ത് നേതൃത്വം മുന്തിയ പരിഗണനയാണ് വിഷയത്തിന് നൽകിയിരിക്കുന്നതെന്നും അംബാസഡർ വ്യക്തമാക്കി. തടവുകാരുടെ അഭിഭാഷകനായ അബ്ദുറഹ്മാൻ അൽ ഹാറൂണിന്റെ സാന്നിധ്യത്തിലാണ് തുടർ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ദമാം അബ്ഗീഗിൽ പൈപ്പിൽ കുടുങ്ങി 2 മലയാളികൾ മരിച്ചു. കൊല്ലം പറവൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് മഞ്ചേശ്വരം ഹൊസങ്കടി സ്വദേശി വസന്ത ഷെട്ടി എന്നിവരാണ് മരിച്ചത്. കോബാറിൽ നിന്ന് അൽഹസയിലേക്കുള്ള 60 ഇഞ്ച് വ്യാപ്തമുള്ള വാട്ടർ പൈപ്പിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നതിനിടയിലാണ് ശ്വാസം മുട്ടി ഇരുവരും മരിച്ചത്. ഖത്തറിൽ ICF ക്യാമ്പയിന് തുടക്കമായി. യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന തലക്കെട്ടിൽ നടക്കുന്ന ക്യാമ്പയിൻ SIS സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സഖാഹി ഉദ്ഘാടനം ചെയ്തു. ഖത്തർ ICF പ്രസിഡന്റ് പറവണ്ണ അബ്ദുറസാഖ് മൗലവി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സാമൂഹ്യ സ്പർശമുള്ള വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 239 യാത്രക്കാരുമായി കാണാതായ മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിനായുള്ള വ്യോമമാർഗമുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. കടൽമാർഗമുള്ള തെരച്ചിൽ തുടരുകയാണ്. കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 777 വിമാനം ദക്ഷിണ ചൈന കടലിൽ തകർന്നു വീണതായാണ് അനുമാനിക്കുന്നത്. 227 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെട്ടതായും സൂചനയുണ്ട്. യാത്രക്കാരിൽ ഭൂരിഭാഗവും ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നും ഉള്ളവരാണ്. അപായ സൂചനകളൊന്നും തന്നെ നൽകാതെയാണ് വിമാനം അപ്രത്യക്ഷമായത്. ഖത്തറിൽ നിന്ന് സൗദി, UAE, ബഹ്റൈൻ അംബാസഡർമാരെ തിരിച്ചുവിളിച്ച നടപടി സിറിയൻ പ്രശ്നപരിഹാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ബ്രിട്ടീഷ് പത്രമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്യാസ്, പെട്രോൾ മേഖലയ്ക്കപ്പുറം ഈ പ്രശ്നം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ടെലിഗ്രാഫ് മിഡിൽ ഈസ്റ്റ് കാര്യലേഖകൻ റിച്ചാർഡ് സ്പെൻസറാണ് റിപ്പോർട്ട് ചെയ്തത്. ഖത്തർ സൗദി സംയുക്ത പദ്ധതി ഇതോടെ അവതാളത്തിലാകുമെന്ന് ഭയപ്പെടുന്നതായും ഇദ്ദേഹം നിരീക്ഷിക്കുന്നു. ഈ മാസം 25-26 തീയതികളിൽ കുവൈത്തിൽ നടത്താൻ തീരുമാനിച്ച അറബ് ഉച്ചകോടിയിലും പ്രശ്നം അനുരണനം ഉണ്ടാക്കുമെന്നും അറബ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഖത്തറും ചില ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കുവൈത്ത് മുൻകൈയെടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഈജിപ്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അൽറായ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കുവൈത്ത് ഉച്ചകോടി മാറ്റിവെക്കേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്ന് അറബ് ലീഗ് വക്താക്കൾ പറഞ്ഞു.
അറബ് ലീഗ് ജനറൽ സെക്രട്ടറി നബീൽ അറബി, കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സാലിം അൽ സൊബാഹ് എന്നിവർ നിരന്തരം ബന്ധപ്പെട്ടു വരുന്നുണ്ട്. മീഡിയ 1, ഖത്തർ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മലർവാടി ബാലസംഘം ഖത്തർ ഘടകം മലബാർ ഗോൾഡുമായി സഹകരിച്ച് നടത്തിയ രണ്ടാമത് ചിത്രരചനാ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. 44 പോയിന്റ് നേടി MES ഇന്ത്യൻ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. 28 പോയിന്റ് നേടി ബിർള പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും 26 പോയിന്റ് നേടി ദോഹ മോഡേൺ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ ആദിശാഖയായ സലാല ലുലു ഷോപ്പിംഗ് സെന്ററിന്റെ 14ാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാനേജർമാരായ P. ഉണ്ണികൃഷ്ണൻ, PA സലാം എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർഷികത്തോടനുബന്ധിച്ച് മ്യൂസിക് ഷോ, മാജിക് ഷോ, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. നൂറുകണക്കിന് ആളുകൾ പരിപാടികൾ വീക്ഷിക്കാനെത്തിയിരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും കമ്പനി ഏർപ്പെടുത്തിയിരുന്നു. വാർത്തകളെ തിരിച്ചുവരാം. വിശാഖപട്ടണത്ത് നിർമ്മാണത്തിലിരുന്ന അന്തർവാഹിനി തകർന്ന് ഒരാൾ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലുള്ള DRDO ഉത്തരവിട്ടു. മുംബൈയിൽ നാവികസേനയുടെ അന്തർവാഹിനി കഴിഞ്ഞ ദിവസം അപകടത്തിലായതിന് തൊട്ടുപിന്നാലെയാണ് പുതിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. മുന്നണി പ്രവേശനത്തെ ചൊല്ലി ഇടതുമുന്നണിയുമായി അകന്ന INL-നെ LDF കൺവീനർ ചർച്ചയ്ക്ക് വിളിച്ചു. ഇടതുബന്ധം തുടരുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കെയാണ് ചർച്ച. 2 പതിറ്റാണ്ടായി LDF-നെ പിന്തുണക്കുന്ന INL-ന് ഇതുവരെയും മുന്നണിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP മന്ത്രിസഭയിൽ അംഗമായിരുന്ന PC തോമസ് പോലും ഇടതുമുന്നണിയിൽ എത്തിയിട്ടും തങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന വികാരമാണ് INL-നുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇടതുബന്ധം അവസാനിപ്പിക്കണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമായതും. RMP അടക്കമുള്ള പാർട്ടികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ INL ചർച്ച ആരംഭിക്കുകയും ചെയ്തു. ഇടതുബന്ധം തുടരുന്ന കാര്യത്തിൽ ഈ മാസം 11-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് LDF കൺവീനർ വൈക്കം വിശ്വൻ INL നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്താണ് ചർച്ച. മുന്നണി പ്രവേശനത്തിൽ കുറഞ്ഞതൊന്നും തങ്ങളെ തൃപ്തിപ്പെടുത്തില്ല എന്ന നിലപാടിലാണ് INL നേതൃത്വം. മീഡിയ 1, കോഴിക്കോട്. കാന്തപുരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗം തിരുത്തിയില്ലെങ്കിൽ പ്രതിഷേധ സമ്മേളനം നടത്തുമെന്ന് സമസ്ത. ഇക്കാര്യം വ്യക്തമാക്കി UDF കൺവീനർക്കും മുഖ്യമന്ത്രിക്കും സമസ്ത കത്തയച്ചു. കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സമസ്ത നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച മർക്കസിൽ നടത്തിയ പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല കാന്തപുരത്തെ പിന്തുണച്ച് സംസാരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കാന്തപുരത്തെ എതിരിടുന്നവർക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷയും കിട്ടില്ലെന്ന ചെന്നിത്തലയുടെ വാക്കുകൾ സമസ്ത ഗൗരവമായി എടുക്കുകയായിരുന്നു. സമസ്തയുടെയും UDF-ന്റെയും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള കാന്തപുരത്തെ ചില കോൺഗ്രസ് നേതാക്കൾ സഹായിക്കുന്നുവെന്നാണ് സമസ്തയുടെ പരാതി. ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള നേതാക്കൾ സമസ്തക്കെതിരെ നിലപാടെടുക്കുന്നത് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. രമേശ് ചെന്നിത്തല അടിയന്തരമായി തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധ സമ്മേളനം നടത്താനാണ് സമസ്തയുടെ പണ്ഡിത സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി UDF കൺവീനർ, മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ് തുടങ്ങിയവർക്ക് സമസ്ത കത്തയച്ചു. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും സമസ്തയുടെ പ്രവർത്തനങ്ങളെ വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തി വരാറുണ്ട്. നമ്മളൊരു തിരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. സ്വാഭാവിക പ്രതികരണങ്ങൾ തന്നെ വളരെ മോശമായിരിക്കും. സമസ്തയുടെ പ്രവർത്തകരുടെ ഇടയിലുള്ള വലിയൊരു മനോരോഷം സ്വാഭാവികമായി തന്നെ വലിയൊരു പ്രതികരണമായി മാറാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് കോൺഗ്രസ് മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന മുന്നറിയിപ്പും കത്തിലുണ്ട്. കോഴിക്കോട്ട് നടന്ന സമസ്തയുടെ നേതൃയോഗത്തിലാണ് കോൺഗ്രസിനോട് നിലപാട് കർശനമാക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, കോഴിക്കോട്. RSP LDF വിട്ടു. കൊല്ലം ലോക്സഭാ സീറ്റിൽ NK പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാനും RSP സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാവില്ലെന്ന LDF തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് മുന്നണി വിട്ടത്. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നൽകാനാവില്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ RSP നേതാക്കളെ അറിയിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് LDF യോഗത്തിൽ നിന്നും RSP വിട്ടുനിന്നു. ഭാവി നടപടികൾ തീരുമാനിക്കാൻ ഇന്ന് രാവിലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൊല്ലത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഈ നിർദ്ദേശം അംഗീകരിക്കുകയും LDF മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന സുപ്രധാന തീരുമാനവും കൈക്കൊണ്ടു. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയായി സഖാവ് NK പ്രേമചന്ദ്രനെ തീരുമാനിക്കുകയും ചെയ്തു. LDF
തുടരാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. LDFന്റെ തുടർന്നുള്ള യോഗങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമല്ല. UDFിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ അതും ആലോചിക്കുമെന്നും AA അസീസ് പറഞ്ഞു. LDF ഇല്ല എന്ന് പറഞ്ഞ് UDFിൽ എൻ്റെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആലോചിക്കും. സീറ്റ് നിഷേധിച്ചതിലല്ല, CPMന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് മുന്നണി വിടാൻ പ്രേരിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട NK പ്രേമചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ RSP അടക്കമുള്ള ഘടക പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രസക്തവുമല്ല എന്ന ഒരു സന്ദേശമാണ് സത്യത്തിൽ അതുമൂലം ഞങ്ങൾക്ക് ലഭിച്ചത്. തീരുമാനത്തിൽ ഇനി മാറ്റമില്ലെന്നും ദേശീയ തലത്തിലുള്ള ഇടത് ഐക്യം സംരക്ഷിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. അതേസമയം RSPയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ദേശീയ തലത്തിലെടുക്കുമെന്ന് CPM PB അംഗം S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ഞങ്ങളുടെ പ്രതീക്ഷ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളെ പരിഗണിച്ച് അവർ തിരുത്തുമെന്ന് തന്നെയാണ്. സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം. LDF ഇടാനുള്ള തീരുമാനം RSP സംസ്ഥാന നേതൃത്വം എടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് ഇന്നത്തെ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുത്ത RSP ദേശീയ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ എതിരഭിപ്രായം ഉന്നയിച്ചെങ്കിലും ഭൂരിപക്ഷം അംഗങ്ങളും തള്ളി. ഇതിന്റെ നിരസം ചന്ദ്രചൂഡൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ ഇടതു പാർട്ടികളുമായുള്ള വിശാല ഐക്യത്തിന് ദോഷം ചെയ്യുന്നതാണ് ഇന്നത്തെ RSP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇതുകൊണ്ടാണ് മുന്നണി വിടാനും ഒറ്റക്ക് മത്സരിക്കാനുമുള്ള തീരുമാനത്തെ കേന്ദ്ര നേതൃത്വം എതിർത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും TJ ചന്ദ്രചൂഡൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ചന്ദ്രചൂഡന്റെ അഭിപ്രായത്തെ ഭൂരിപക്ഷം അംഗങ്ങളും തള്ളി. മുന്നണി വിടാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ ചന്ദ്രചൂഡൻ ഇതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. താൻ ശ്രമിച്ചിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായില്ലെന്ന് അദ്ദേഹം ഒരു കേന്ദ്ര നേതാവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ടായിരുന്നു. The decision is over and the party state committee has decided to seek the approval of the national committee on this. I attended the committee full time, but I didn't participate. And I advised them not to take any decision without the approval of the central committee. I tried to persuade them, but it was futile. I had a talk with Prakash and he couldn't do anything. സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയ തലത്തിൽ തന്നെ RSP അവഗണന നേരിടുന്നതായും ഇടത് ഐക്യം വിടുന്ന കാര്യം ആലോചിക്കുന്നതായും RSP ദേശീയ നേതാവ് അഭിനി റോയ് മീഡിയ 1 പ്രതികരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ഇടതുമുന്നണി വിട്ടുവരുന്ന RSPയുമായുള്ള ചർച്ചകൾക്ക് UDF കളമൊരുക്കുന്നു. ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും സ്ഥിരീകരിച്ചു. RSP പാർട്ടികളുടെ ലയനത്തിലുള്ള തടസ്സം നീങ്ങിയെന്ന് ഷിബു ബേബി ജോണും പ്രതികരിച്ചു. RSP സ്വീകരിക്കാൻ UDFൽ ഫോർമുല ഒരുങ്ങുന്നു. LDF വിട്ടുവന്നാൽ RSPയുമായി ചർച്ച നടത്താമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. LDF വിടാൻ തീരുമാനിച്ച RSPയുടെ പ്രഖ്യാപനം വന്നതോടെ നാളെ തന്നെ ചർച്ചകൾ നടത്തുമെന്ന സൂചന KPCC പ്രസിഡന്റ് VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നൽകി. അവർ ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് എന്നുള്ള ചില ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ചർച്ചയ്ക്കുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നാൽ അവരുമായി ചർച്ച ചെയ്യും. നാളെ ചർച്ചകൾ നടക്കുമെന്ന് RSP നേതാക്കളും സ്ഥിരീകരിച്ചു. അതിനിടെ RSP B നേതാവും തൊഴിൽ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ RSP ഓഫീസിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തി. RSP ഏകീകരണത്തിലുള്ള തടസ്സം നീങ്ങിയതായും RSPയെ UDFിലെടുക്കാൻ താൻ ആവശ്യപ്പെടുമെന്നും ചർച്ചകൾക്ക് ശേഷം ഷിബു ബേബി ജോൺ പറഞ്ഞു. RSP UDFിലെത്തിയാൽ NK പ്രേമചന്ദ്രനായിരിക്കും കൊല്ലം സീറ്റിലെ UDF സ്ഥാനാർത്ഥി. കൂടാതെ കൊല്ലം മേയർ സ്ഥാനം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP മത്സരിച്ച സീറ്റുകൾ എന്നിവ നൽകുന്ന രീതിയിലുള്ള ഫോർമുലയാണ് ചർച്ചയിലുള്ളത്. UDFിൽ RSP എത്തുന്നതോടെ RSP ലയനത്തിലുള്ള സാധ്യതയും തെളിയും. അതോടെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും കഴിഞ്ഞാൽ UDFിലെ വലിയ കക്ഷിയാകും 3 MLAമാരുള്ള ഐക്യ RSP. മീഡിയ 1 തിരുവനന്തപുരം. ഇടതുമുന്നണി വിടാനുള്ള തീരുമാനത്തിൽ RSP ഉറച്ചുനിന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന് 2 MLAമാരുടെ പിന്തുണ കൂടി ലഭിക്കും. ഇടതുമുന്നണിക്ക് കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടമാവുകയും ചെയ്യും. RSPകളുടെ പുനരേകീകരണത്തിനും ഇതോടെ വഴിതെളിഞ്ഞേക്കും. RSPക്ക് നിയമസഭയിൽ 2 MLAമാരാണുള്ളത്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ നിന്ന് ജയിച്ച കോവൂർ കുഞ്ഞുമോനും ഇരവിപുരത്ത് നിന്ന് ജയിച്ച AA അസീസും. RSP UDFിലെത്തിയാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭൂരിപക്ഷം 5 ആകുമെന്നർത്ഥം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം UDF വിടുമെന്ന ഭീഷണി നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ RSP വരുന്നത് UDFന് ഏറെ ആശ്വാസകരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പുറമെ 2 കോർപ്പറേഷനുകളിലെയും ഏതാനും പഞ്ചായത്തുകളിലെയും ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമാകും. ആ മുന്നണി ബന്ധം ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ പറയാം. മുന്നണി ബന്ധം ഇല്ലാതായി മാറിയാൽ കൊല്ലം കോർപ്പറേഷൻ ഭരണം LDFന് നഷ്ടപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം LDFന് നഷ്ടപ്പെടും. പല പഞ്ചായത്തുകളിലെയും ഭരണം LDFന് നഷ്ടപ്പെടും. കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരാളിന്റെ ഭൂരിപക്ഷമാണ്, ഞങ്ങളുടെ ഒരാളിന്റെ ഭൂരിപക്ഷം. കൊല്ലം കോർപ്പറേഷനിൽ 7 അംഗങ്ങൾ ഞങ്ങളുടെ ആളുകളാണ്.
ഞങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലംകാർക്ക്. ഈ സ്ഥാനങ്ങളെല്ലാം പോകും. UDF-ലേക്ക് പോകാൻ RSP തീരുമാനിച്ചാൽ പാർട്ടിയുടെ പുനരേകീകരണത്തിനും വഴിതെളിയും. RSPയെ UDF-ലേക്ക് RSP B നേതാവും മന്ത്രിയുമായ ഷിബു ബേബി ജോൺ സ്വാഗതം ചെയ്തിട്ടുണ്ട്. UDF-ൽ 2 RSP ഉണ്ടാകില്ലെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. സ്വാതന്ത്ര്യത്തിന് മുമ്പും കേരള സംസ്ഥാന രൂപീകരണ കാലത്തും ശക്തമായിരുന്ന ഈ പ്രസ്ഥാനത്തെ പിളർപ്പുകളും മുന്നണി മാറ്റങ്ങളും ശിഥിലമാക്കി. RSP വിടുന്നതോടെ ജനതാദൾ സെക്യുലറും കോൺഗ്രസ് എസും മാത്രമാകും ഇടതുമുന്നണിയിലെ സോഷ്യലിസ്റ്റ് കക്ഷികൾ. 18 സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുണ്ടെന്നാണ് അവകാശവാദമെങ്കിലും കേരളത്തിലും ബംഗാളിലും മാത്രമാണ് RSPക്ക് തിരഞ്ഞെടുപ്പ് വിജയമുണ്ടാകാറുള്ളത്. 1949 കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് പ്രമുഖ നേതാക്കളായിരുന്ന N. ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ, K. ബാലകൃഷ്ണൻ എന്നിവർ RSPയിൽ ചേർന്നു. 1957 തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും ഒരിടത്തും വിജയിക്കാനായില്ല. വിമോചന സമരത്തിനു ശേഷം 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ RSP നില ശക്തിപ്പെടുത്തി. 13 സീറ്റാണ് അന്ന് നേടിയത്. 1967 തെരഞ്ഞെടുപ്പിൽ 6 സീറ്റായി ചുരുങ്ങി. 1969 ഇന്ദിരാ കോൺഗ്രസിന്റെ പിന്തുണയോടെയുള്ള അച്യുതമേനോൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനുമൊപ്പം RSPയും അംഗമായി. അന്നു മുതൽ 6-7 സീറ്റുകൾ നിലനിർത്തി RSP. 1980 അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ ഐക്യത്തിനായുള്ള ആഹ്വാനത്തെ തുടർന്ന് CPIയോടൊപ്പം RSPയും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് LDF രൂപീകരണത്തിൽ പങ്കാളികളായി. അന്നു മുതലുള്ള ബന്ധത്തിനാണ് ഇപ്പോൾ ഇളക്കം തട്ടിയത്. 2001 ബേബി ജോൺ വിഭാഗം RSP വിട്ട് RSP B രൂപീകരിച്ച് UDFൽ ചേർന്നു. RSP Bയെ വീണ്ടും പിളർത്തി AV താമരാക്ഷൻ വിഭാഗം പുറത്തുപോയി. കൊല്ലം ലോക്സഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണി വിടാൻ RSP തീരുമാനിക്കുമ്പോൾ മറ്റൊരു പിളർപ്പിനെ കൂടി പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വാർത്തകളെ തിരിച്ചുവരാം. ആശ്രമങ്ങളുടെ മറവിൽ CIA ചാരന്മാർ കേരളത്തിൽ തമ്പടിക്കുന്നതായി RSSന്റെ മുൻ ഭൗതിക ശിക്ഷൺ പ്രമുഖ് TR സോമശേഖരൻ. വിദേശ പണമാണ് കേരളത്തിലെ ആധ്യാത്മികതയെ നിലനിർത്തുന്നതെന്നും പച്ചക്കുതിര മാസികയിലെ അഭിമുഖത്തിൽ സോമശേഖരൻ പറയുന്നു. RSSന്റെ മുഖവാരികയായ കേസരിയുടെ പത്രാധിപ സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ് TR സോമശേഖരൻ. കേരളത്തിലെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ അമേരിക്കൻ ചാരസംഘടനയായ CIAയുടെ നിയന്ത്രണത്തിലാണെന്ന് സോമശേഖരൻ പറയുന്നു. ആത്മീയ കച്ചവടത്തിന്റെ മറവിലാണ് വിദേശ ചാരന്മാർ കേരളത്തിൽ തമ്പടിക്കുന്നത്. ഹോട്ടലിൽ താമസിക്കുന്ന വിദേശികളെ പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ ആശ്രമങ്ങളിൽ തമ്പടിക്കുന്ന വിദേശികളെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. വിദേശ പണമാണ് ഈ ആധ്യാത്മികതയെ നിലനിർത്തുന്നത്. കുത്തകകൾക്കും വിദേശ ശക്തികൾക്കും ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ താൽപ്പര്യങ്ങളുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്ന ആക്ഷേപം കൂടി സോമശേഖരൻ ഉന്നയിക്കുന്നു. പച്ചക്കുതിര മാസികയുടെ മാർച്ച് ലക്കമാണ് സോമശേഖരന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നു ഇടത് സാംസ്കാരിക പ്രവർത്തകൻ KL ഗോപി. അദ്ദേഹം ദുബായ് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഗൾഫ് മാധ്യമം കുവൈറ്റ് ബ്യൂറോ ചീഫ് ഫൈസൽ മഞ്ചേരി, അദ്ദേഹം കുവൈത്തിൽ നിന്ന് പങ്കെടുക്കും. ഒപ്പം സാമൂഹ്യ പ്രവർത്തകൻ EP അനിൽകുമാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ KL ഗോപി, RSSന്റെ മുതിർന്ന നേതാവായ TL ചന്ദ്രശേഖരൻ ഇന്ന് എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലേഖനം താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. ആത്മീയ കേന്ദ്രങ്ങൾ CIA ചാരന്മാർക്ക് തമ്പടിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എഴുതിയിരിക്കുന്നത് RSSന്റെ ഒരു മുൻ നേതാവ് തന്നെയാണ്. താങ്കളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും കേരളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. പല ആത്മീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ഈ ചർച്ച തുടങ്ങാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ലെനിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോട്ടിംഗ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ചരിത്രത്തിന്റെ വളവു തിരിവുകൾ കൂടുതലുള്ള രാജ്യം എത്രത്തോളം പിന്നോക്കാവസ്ഥയിലാണോ അത്രത്തോളം വിഷമകരമായിരിക്കും ആ രാജ്യം പഴയ മുതലാളിത്ത ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മോചനം നേടാതിരിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിൽ അരാഷ്ട്രീയത വളർത്തുന്നതിന് വേണ്ടി ആർദൈവ വ്യവസായത്തിന് മൂലധനമിറക്കുന്ന പ്രക്രിയയിലാണ് വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്ത മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഇന്ത്യക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്ത മതങ്ങളെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രവണതയും സാഹചര്യവും
ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആൾദൈവ വ്യവസായങ്ങൾ ശക്തി പ്രാപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും പലരും എഴുതിയിട്ടുള്ള കാര്യങ്ങളും ആണ് ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അമൃതാനന്ദമയി തന്റെ ആദ്യത്തെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഈ ആശ്രമം സ്ഥാപിക്കാനോ മഠം സ്ഥാപിക്കാനോ ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന്. എന്നാൽ അദ്ദേഹത്തിന് അമൃതാനന്ദമയിക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകിയിട്ടുള്ളത് നീൽ റോസ്മർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ഇവർക്ക് അവരുടെ വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതിയ വിസകൾ അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ഒരു രീതിയായിരുന്നു ഇത്. ഇതിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മഠങ്ങളിലേക്ക് ധാരാളം വിദേശികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ഇപ്പോൾ അബ്ദുൾ വാജിദ് എന്ന പ്രേക്ഷകനുണ്ട് തൃക്കരിപ്പൂരിൽ നിന്നും. അബ്ദുൾ വാജിദ് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഏത് ചാരന്മാരായാലും ഇന്ത്യയെ മൊത്തം കത്തിച്ചാമ്പലാക്കും എന്ന് പറഞ്ഞാൽ എന്ത് വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് എന്നും നമ്മുടെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി അബ്ദുൾ വാജിദ് ഈ അവസരത്തിൽ പ്രതികരണം അറിയിച്ചതിന്. ശ്രീ ഫൈസൽ മഞ്ചേരി, ഒരുപക്ഷെ ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ആത്മീയ വ്യവസായം ഇത്തരത്തിൽ നിയമങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാക്കുന്നു. എത്ര കടുപ്പമേറിയ നിയമങ്ങളായാലും അത് എളുപ്പമുള്ളതാക്കാൻ ഇത്തരം ആത്മീയ വ്യവസായങ്ങളുടെ സ്വാധീനത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. CAA അടക്കമുള്ള ചാരന്മാർക്ക് വളരെ എളുപ്പത്തിൽ ഏത് രാജ്യത്തേക്കും കടന്നു വരാനുള്ള എളുപ്പ വഴിയായി ഇത്തരം ആത്മീയ വ്യവസായങ്ങൾ മാറുന്നുണ്ട്. അതുതന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്? തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ചാരന്മാർക്ക് വേണ്ടതെന്താണ്? ഒളിത്താവളങ്ങളാണ്, നിഗൂഢമായ കേന്ദ്രങ്ങളാണ്. അതിന് പറ്റിയ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും സുതാര്യമല്ല. ഒരു ലോഡ്ജിലോ ഒരു ഹോട്ടലിലോ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളും ഇത്തരത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ താമസിക്കുമ്പോൾ അവർ വർഷങ്ങളോളം താമസിച്ചാലും ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഇല്ലാതെ അവർക്കവിടെ കഴിയാൻ സാധിക്കുന്നു എന്നത് തന്നെ ഇത്തരത്തിലുള്ള ചാരന്മാരുടെ ഒളിത്താവളമായി ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ ബുദ്ധിയുള്ള ആർക്കും സംശയമുണ്ടാവാനിടയില്ല. പിന്നീട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആധികാരികമായി തന്നെ അഭിപ്രായം പറയാൻ കഴിവുള്ള സോമശേഖരനെ പോലുള്ള ആളുകൾ അതിന് അടിവരയിടുമ്പോൾ തീർച്ചയായും നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ ന്യായമില്ല. എന്തുകൊണ്ടാണ് വിദേശികളായ ആളുകൾ ഇത്രത്തോളം അധികം ഇവിടെ വന്ന് താമസിക്കുന്നത്? എങ്ങനെയാണ് അവരിവിടെ എത്തുന്നത്? എന്താണ് അവർക്ക് ഇവിടെ ജോലി? എന്താണ് അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു ഗവൺമെന്റും ഒരു കാലത്തും ഒരന്വേഷണവും നടത്താറില്ല എന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ സൗകര്യം. ഇത് അമൃതാനന്ദമയി മഠത്തിന്റെ കാര്യം മാത്രമല്ല. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആത്മീയതയെ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ മറവിൽ പല വിധ്വംസക പ്രവർത്തനങ്ങളും നടത്താൻ നല്ല സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ ചേർത്ത് വെക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ വിധ്വംസക പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ത്വരീഖത്ത് പ്രസ്ഥാനത്തിന്റെ കേന്ദ്രങ്ങളിൽ താമസിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ്. അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നേർക്കുനേരെ പെട്ടെന്ന് പെടാത്ത ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ ഒളിച്ചു പാർക്കുക, എന്നിട്ട് സാധ്യമായ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുക. അതിന് പറ്റിയ താവളങ്ങളാണിത്. അമൃതാനന്ദമയിയുടെ കേന്ദ്രവും അതിന് പറ്റിയതാണ്. സുതാര്യമാണ് മഠം എന്ന് പറയുമ്പോഴും അത്രത്തോളം അത് സുതാര്യമല്ല എന്ന് വ്യക്തമാക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. EP അനിൽകുമാറുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ടെലിഫോൺ ലൈനിൽ. ശ്രീ EP അനിൽകുമാർ, ഇത്തരം മനുഷ്യദൈവങ്ങളുടെ പ്രധാന വിഹാര കേന്ദ്രങ്ങളായിട്ടുള്ള മഠങ്ങളും ആശ്രമങ്ങളും പള്ളികളുമെല്ലാം സ്നേഹത്തിന്റെ സാമ്രാജ്യം എന്നാണ് അവർ പൊതുവെ പറയാറുള്ളത്. പക്ഷേ അത് വെറും പുറംമൂടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ വാർത്തകളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ പ്രതിനിധികൾ തയ്യാറാകുന്നില്ല?
ഒരുപക്ഷെ അവരും ഇതിന്റെ ഭാഗമായി അവരും എന്തിനെയൊക്കെയോ ഭയക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ ഏതെങ്കിലും 1 or 2 ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. സാമ്രാജ്യത്തിൽ എക്കാലത്തും ഇത്തരം ആത്മീയ വ്യാപാരികളെയും ആത്മീയതയുടെ പ്രതിനിധികളെന്ന് അവകാശപ്പെടുന്നവരെ സ്പോൺസർ ചെയ്യുന്ന രീതി അവലംബിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. RSSന്റെ ഒരു വക്താവ് ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അവർ ഉദ്ദേശിക്കുന്ന ചില ആത്മീയ സംഘടനകളാണ് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ധ്വനി ജനങ്ങളുടെ പരത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് സാമ്രാജ്യത്വം നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളുടെയും ചരട് ആയി മാറിയിട്ടുള്ളത്, അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയ സംഘടനകളാണ് എന്ന് നാം മറക്കരുത്. നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭീകരവാദം നടപ്പാക്കിയപ്പോ അത് ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് തന്റെ പുസ്തകത്തിൽ എഴുതിയ ആളാണ് RSSന്റെ പ്രധാന നേതാവായിരുന്ന ഗോൾവാൾക്കർ. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സാമ്രാജ്യത്വം ഇന്ത്യയിൽ അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഹൈന്ദവതയുടെ തണലിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ചാരപ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച രാം സ്വരൂപ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായിരുന്നു. ആനന്ദ് മാർഗ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് പുരുളിയിൽ ആയുധം വർഷിച്ചു കൊടുത്തത് സാമ്രാജ്യത്തിന്റെ ഏജന്റന്മാരായിരുന്നു. എന്തിനേറെ പറയുന്നു, ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷന് മുമ്പിൽ മഹന്ത് യുഗൽ കിഷോർ ശാസ്ത്രി എന്ന പഴയ VHP പ്രവർത്തകൻ പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ എല്ലാ തീരുമാനങ്ങളും എടുത്തത് CIAയുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ കർണഗി ഇന്റർനാഷണൽ എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സാമ്രാജ്യ സംഘടനയുടെ പ്രതിനിധിയായി ഇല്ലെങ്കിൽ അവരുടെ സന്ദർശകനായി നിരവധി തവണ LK അദ്വാനി അമേരിക്കയിൽ പോയിട്ടുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യയിലെ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ കൃത്യമായി നടപ്പാക്കി കൊടുത്ത ഗൂഢശ്രമങ്ങൾ ഹൈന്ദവ തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണം. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ എന്ന പ്രേക്ഷകനുണ്ട് ബഹ്റൈനിൽ നിന്നും. മുഹമ്മദ് മുസ്തഫ, പറഞ്ഞോളൂ. ഹലോ സാർ, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു CRI ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ കാന്തപുരം മേപ്പിള ബുക്ക് മുസ്ലിയാരുടെ ഒരു ഫോട്ടോസ് വെച്ച് ഇടയ്ക്ക് മീഡിയ വൺ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോ കാന്തപുരം ഭാഗത്ത് എന്തെങ്കിലും CI ചാരന്മാരായിട്ടോ മറ്റുള്ള റിപ്പോർട്ട് മീഡിയ വൺ സ്പെഷ്യലായിട്ട് വരുന്നതാണോ അതോ കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നതാണോ? റൈറ്റ്, വളരെയധികം നന്ദി പ്രതികരണം അറിയിച്ചതിന് മുസ്തഫ. ശ്രീ KL ഗോപി, സാമ്രാജ്യത്വത്തിന്റെ ഇടപെടലുകളാണ് ഇത്തരം നീക്കങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരം ചാരപ്രവർത്തനങ്ങൾക്കും ഒക്കെ കാരണമെന്ന് പറയുമ്പോഴും സാമ്രാജ്യത്വത്തെ എന്നും എതിർക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷം പോലും പലപ്പോഴും മൗനികളാകുന്നു ഇത്തരം വിഷയങ്ങളിൽ. അതും ഇത്തരത്തിലുള്ള കടന്നുവരവിന് സഹായകമാകുന്നില്ലേ? പലപ്പോഴും ഇടതുപക്ഷക്കാർ എന്ന് വിളിക്കുന്ന സംഘടനകളുടെയും പാർട്ടിക്കാരുടെയും ആളുകൾ പോലും ഇത്തരം ആശ്രമങ്ങളിലെയും മഠങ്ങളിലെയും പള്ളികളിലെയും നിത്യസന്ദർശകരായി മാറുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതില് മറ്റുള്ള ആളുകളെ പോയി കാണുന്നതോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള നയം രണ്ടാണ്. ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ കേരളീയ സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. മതഭേദമില്ലാതെ ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടെ മനസാക്ഷിയെ ശരിയായ വിധത്തിൽ സ്വാധീനിക്കുന്ന വിധത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇതേ വിഷയം തന്നെ മാധ്യമങ്ങൾ ഏതു വിധത്തിൽ തമസ്കരിക്കുന്നു. എത്ര മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മീഡിയ വൺ ചാനലും കൈരളി ചാനലും ഒഴികെ മറ്റേത് മാധ്യമങ്ങളാണ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത്? ഏത് പത്രങ്ങളാണ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വലിയ ആസൂത്രണം ഇത്തരത്തിലുള്ള ഒരെണ്ണത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. NDAക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബജറംഗദളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെയുള്ള മറ്റ് സംഘടനകൾക്ക് NGO അസോസിയേഷന് ഇവർക്കൊക്കെ തന്നെ ഫണ്ടിങ് നൽകുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയ സ്ഥിരത ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ ഭാഗം മാത്രമാണ്. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ മാതാ അമൃതാനന്ദമയിയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു സമാന്തര ലോക സമ്മേളനം നടന്നു.
എന്താ സമാന്തര ലോക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 190, 198, 196 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞാൽ ഷഷ്ടിപൂർത്തിയാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് പടിഞ്ഞാറൻ രീതിയാണ്. പടിഞ്ഞാറൻ രീതികൾക്കനുസരിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവർ തയ്യാറാകുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്ക് പടിഞ്ഞാറൻ രീതികളുമായി വളരെ വലിയ സാമ്യം ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള പ്രചരണമാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാർക്കറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം, ദത്തൻ എന്ന കുഷ്ഠരോഗിയെ നാവ് കൊണ്ട് നക്കി സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുഷ്ഠരോഗം ശമിപ്പിക്കാനുള്ള എന്തോ പ്രത്യേക മരുന്ന്. ഞാൻ തിരിച്ചുവരാം താങ്കളിലേക്ക്. പ്രകാശ് എന്ന പ്രേക്ഷകനുണ്ട് മാവേലിക്കരയിൽ നിന്നും. പ്രകാശ് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ കേട്ടത് തന്നെയാണ് പറയാനുള്ളത്. ഈ സമൂഹത്തിൽ സമൂഹം ഇത്രമാത്രം അതപ്പതിച്ചു വന്ന ഈ ആൾ ദൈവങ്ങളുടെ പേരില് എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഇപ്പം ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഏതാ 1-2 മാധ്യമങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തുക ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കാരണം എന്താണ് ഇവർക്ക് എന്തിനാ ഈ ഭരണകൂടത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതാണ് എനിക്ക് ചോദിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി പ്രകാശ് പ്രതികരിച്ചത്. ശ്രീ ഫൈസൽ മഞ്ചേരി, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിനകത്ത് നിന്ന് തന്നെ വരുന്നു. ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രതികരിക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുന്നില്ല. ഇവരൊക്കെ പിന്തുണയുമായി ഇത്തരം ആളുകളുടെ പിന്നാലെ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ആരാണ് ഇവിടെ പ്രതികരിക്കുക? പൊതുസമൂഹമാണ് പ്രതികരിക്കേണ്ടത്. രാഷ്ട്രീയക്കാർ, വിശേഷിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള പല രാഷ്ട്രീയക്കാരും ഈ വിഷയത്തിൽ വളരെ കുറ്റകരമായ മൗനം പുലർത്തുന്നു. എന്നാൽ ഇടതുപക്ഷത്തുള്ള അതിന്റെ ചാനലും അതുപോലെ തന്നെ ചില സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഈ വിഷയം സജീവമായി നിലനിർത്തുന്നു എന്നത് പ്രത്യേകം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മറയാണ്. ഇതിൽ ആത്മീയതയില്ല, പകരം തികച്ചും ഭൗതികതയാണ്. ഈ ആത്മീയത എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ തട്ടിപ്പുകൾ നടത്താനുള്ള ഒരു മറ മാത്രമാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ കുഷ്ഠരോഗം നക്കി സുഖപ്പെടുത്തുന്നതെങ്കിൽ തന്റെ ഷുഗർ സുഖപ്പെടുത്താൻ കഴിയാത്ത ദൈവം ഷുഗറിനുള്ള മരുന്ന് ഡോസ് കൂടുതൽ കൊടുത്തു എന്നതാണ് ഗായത്രിയെ കുറിച്ചുള്ള, ജയിലിനെ കുറിച്ചുള്ള പ്രധാന ആരോപണമായി അവിടെ തന്നെയുള്ള ഒരു ശിഷ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് രോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്ന ഈ അമ്മയ്ക്ക് സ്വന്തം രോഗം സുഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ സുഹൃത്ത് പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലെ സ്ഫോടനങ്ങൾ നടത്തിയതും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയുമായും അമേരിക്കയുടെ ചാര ഏജൻസിയുമായും ഒക്കെ കൈകോർത്ത് പിടിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകളാണ്. അതിന്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടത്തിയ മിക്ക സ്ഫോടനങ്ങളും ഭീകരവാദികൾ. ഞാൻ തിരിച്ചു വരാം. അപ്പോൾ താജുദ്ദീൻ എന്ന പ്രേക്ഷകനുണ്ട് കാസർഗോഡ് നിന്ന്. താജുദ്ദീൻ പറഞ്ഞോളൂ. ഹലോ സർ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വാമി എന്നത് ഇന്നത്തെ കാലഘട്ടത്തില് ഇതൊരു വോട്ട് ബാങ്കിന്റെ ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫാക്റ്റാണ്. സാധാരണ പണ്ടൊക്കെ നമ്മൾ കൃഷിവര്യന്മാരും മുനിവര്യന്മാരും ഒക്കെ നമ്മൾ കണ്ടിരുന്നത് കാടുകളിലും മലയിടങ്ങളിലും പോയി അവർ മനുഷ്യന് വേണ്ടി പ്രയത്നിച്ചവരാണ്. ഇന്ന് ഒരു ബജ്രംഗ് ദള്, RSS എന്നതിന്റെ ഒരു ശാഖയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും മറ്റു ന്യൂനപക്ഷക്കാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് എന്നെയും മറ്റേ സീക്രട്ട് സംഘടനകൾ ചേർന്നുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇതെന്തുകൊണ്ട്? ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ, ഇന്ത്യൻ നിയമത്തിൽ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോർട്ടിന്റെ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഒരു സ്ത്രീ പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ഗവൺമെന്റ് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? റൈറ്റ്, വ്യക്തമാണ് താജുദ്ദീൻ. വളരെയധികം നന്ദി പ്രതികരിച്ചതിനൊപ്പം KL ഗോപി, ഫൈസൽ മഞ്ചേരി, EP അനിൽകുമാർ, എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്.